ട്രാവൽ വ്ളോഗിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന അർത്തുങ്കൽ ബീച്ചിലാണ്, അതായത് അർത്തുങ്കൽ കടപ്പുറത്താണ്. ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അർത്തുങ്കൽ പള്ളിയിലെ വീഡിയോ കഴിഞ്ഞു. ഇപ്പോൾ അർത്തുങ്കൽ ബീച്ചിലാണ് നിൽക്കുന്നത്. നല്ല മനോഹരമായ ബീച്ചാണ്. കാരണം വെച്ചാൽ അങ്ങനെ ആൾ സഞ്ചാരമില്ലാത്തൊരു ബീച്ചാണ്. ഒന്നോ രണ്ടോ ആളുകളൊക്കെയാണ് അവിടെ ഈ മീൻ പിടിക്കാനായിട്ടൊക്കെ നടക്കുന്നത്. ഇനിയും വെള്ളം ഇറക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല കടലിൽ. എന്തായാലും ഇപ്പോൾ കടൽ നല്ല ശാന്തമായി നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പം മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളം കയറലും ഇറങ്ങലൊന്നും ഇല്ല. ഇപ്പോൾ സാധാരണത്തെ അന്തരീക്ഷമാണ് ഇപ്പോൾ കടൽ. അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് ഇപ്പോൾ, കാരണം മഴയില്ലാത്ത സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ പിടിക്കാൻ സൗകര്യം ഇപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇപ്പോൾ കാണാൻ പോകണമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ട്രാവൽ വ്ളോഗിൻ്റെ തുടർന്നുള്ള വീഡിയോ നമുക്ക് കാണാം. ഒരുപാട് വീഡിയോ നമുക്ക് പിടിക്കാനുണ്ട്. ഇപ്പോൾ അഭിമുഖമായിട്ട് ഇപ്പോൾ ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു വീഡിയോ കാണാനുണ്ട്. വീഡിയോ പിടിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടമാനം വീഡിയോ ആണ്. ഇത് കണ്ടോ, ഇതിന് ചുറ്റോടും നല്ല മരങ്ങളും ഈ ചെറിയ ചെറിയ കാടുകളൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പം തുടർച്ചയായിട്ടുള്ള വീഡിയോ നമുക്ക് ബീച്ചിൻ്റെ ഇനി നമുക്കങ്ങോട്ട് കാണാം. ശരി എന്നാൽ ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നമുക്ക് ഈ അർത്തുങ്കൽ ബീച്ച് നമുക്ക് കാണാം. ശരി എന്നാൽ ഓക്കെ. വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന അർത്തുങ്കൽ ബീച്ചിൽ ഇവിടെ കുറച്ച് ഭാഗം ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം ഒരു കുളം പോലെ കാണുന്നുണ്ട്. ആ ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം കറക്റ്റായിട്ട് കാണാം. കാരണം അത് കടലിൽ നിന്ന് ഇങ്ങോട്ടൊരു കുളം പോലെ ഇങ്ങനെ ഈ മണൽ രണ്ട് സൈഡിലേക്ക് ഒലിച്ച് മാറിയിട്ട് അവിടെ ഒരു കുഴി പോലെ, ഒരു ചാല് പോലെ രൂപപ്പെട്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ അത് നമുക്ക് കാണാം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല മനോഹരമായ ബ്യൂട്ടിഫുള്ള സ്ഥലമാണ് കാണുന്നത്. കണ്ടോ, പക്ഷേ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് കടക്കാൻ ഒരു മാർഗവും ഇല്ല. കാരണം ഇത്രയും വീതിയിൽ വെള്ളം അവിടെ കടലിൽ നിന്ന് ഇങ്ങോട്ട് ഒലിച്ചിറങ്ങി കയറിയിരിക്കുകയാണ്. ഒലിച്ച് കയറുമല്ല, ഒലിച്ച് കയറിയത് അവിടെ ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് അങ്ങോട്ട് ഒലിച്ച് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവിടെ നിൽക്കുകയാണ്. വേണേൽ നമുക്ക് ആ മണലെ ചവിട്ടി പോകാം. പക്ഷേ ആ മണലെ ചവിട്ടി പോകുമ്പോൾ ചിലപ്പോൾ നമ്മളവിടെ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്കൊന്ന് അപ്പുറത്തേക്ക് കടന്നു നോക്കാം അല്ലേ. ഇത് കണ്ടോ, പുഴ പോലെ ഇവിടെ രൂപപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ കടൽ അവിടെ കാണുന്ന അതാണ് കടൽ. കാരണം അന്തമില്ലാത്ത കടലാണ്. കാരണം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങേ തല വരെ കാണാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ കടലിൻ്റെ അപ്പുറത്തെ ഭാഗം എവിടെയാണെന്നുള്ളത് നമുക്ക് ഒരു അറിവും കിട്ടത്തില്ല. അതുപോലുള്ള കടൽ നല്ല, ഞാൻ പറഞ്ഞില്ല, നല്ല ബ്യൂട്ടിഫുൾ. ഏകദേശം നമ്മളൊരു ഗൾഫിൽ ഈ എന്താ പറയുക, നമ്മൾ ഈ മരുഭൂമിയിൽ ഗൾഫിൽ മണലാരണ്യത്തിൽ ചെന്ന പോലുള്ള ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. കണ്ടോ, അവിടെ ഉണ്ടാവില്ല ചില ഭാഗങ്ങളിലൊക്കെ കടലോ വെള്ളമോ ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. കണ്ടോ, ഇങ്ങനെ അന്തമില്ലാതെ നീണ്ടു കിടക്കണേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഭാഗം കാണാം. ഇത് കണ്ടോ, നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് കയറി നോക്കാം. അങ്ങോട്ട് കയറിതാ ആ സൈഡിലൊക്കെ ഒരുപാട് ദൂരെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടുന്ന് വീഡിയോ അത്രയും ലെങ്ത്ത് കിട്ടുന്നില്ല. കാരണം നമ്മൾ ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവും നമ്മൾ അവിടെ ആൾ നിൽക്കുന്ന സ്ഥലം കാണാൻ. പക്ഷേ നമുക്കത് വീഡിയോയിൽ അങ്ങനെ കിട്ടത്തില്ല. വേണ്ട, എന്നാൽ തന്നെ ഇവിടെ തിരമാല അടിച്ച് വെള്ളം കയറുന്നുണ്ട്. ഡേഞ്ചർ തന്നെയാണ്. കാരണം ചില സമയങ്ങളിൽ വെള്ളം അടിച്ച് കയറുന്നുണ്ട്. ആ അടിച്ച് കയറുന്ന വെള്ളമാണ് ഇവിടെ ഇങ്ങനെ ഒരു കുളം പോലെ ഇങ്ങനെ കിടക്കുന്നത്. കണ്ടോ, അപ്പോൾ ഏത് സമയത്തും നമ്മുടെ കാലും കൈയും നനയാൻ, ചിലപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ആവപ്പെട്ട് പോകാം. കടലിൽ നിന്ന് സ്ട്രോങ് ആയിട്ടാണ് വെള്ളം കയറുന്നത്. ഇതുണ്ടോ, നമുക്കിതിൻ്റെ അക്കരെ ഭാഗത്തോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
എന്നാലും നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കയറാം. കാലിപ്പോൾ ഈ ചൂടായിരിക്കുന്ന സമയത്ത് വെള്ളത്തിൽ നനയുന്നത് നല്ലതാണ്. ഇതുണ്ടോ, അന്തമില്ലാത്ത കടലാണ് കാണുന്നത്. കടലിൽ നിന്ന് തിരമേല അടിച്ച് കയറുകയാണ്. ഇതുണ്ടോ, അവിടെ ഒരു മതിൽക്കെട്ട് പോലെ കല്ല് കൂട്ടിയിരിക്കുകയാണ്. അത് വലിയൊരു മതിൽക്കെട്ട് പോലെ. അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ കയറി നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തോട്ടൊക്കെ പോവാം. അത് കഴിഞ്ഞ് ഈ ഭാഗത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവാം. ശരി, എന്നാൽ നമ്മൾ ഈ പുഴയിൽ ഇറങ്ങണം. അല്ല, ഈ വെള്ളത്തിലിറങ്ങണം. വെള്ളത്തിലിറങ്ങാൻ ഒരു കാര്യം നടക്കുന്നില്ല. കണ്ടോ, തിരമാല വന്ന് കയറി പോകണമുണ്ടോ. ഇപ്പോൾ നമ്മൾ അക്കരെ നിന്ന് ഇപ്പുറത്തോട്ട് ചാടി. അപ്പോൾ ഇപ്പുറത്തോട്ട് ചാടിയപ്പോൾ ആ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്, ആ കാഴ്ചയായി കാണുന്നത്. കണ്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കിയാൽ ആ ഭാഗമാണ്, ഈ മരക്കൂട്ടങ്ങളാണ് ഈ കാണുന്നത്. കുറച്ചുകൂടി അടുത്താണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കണ്ടില്ലേ, ഇതിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ടത്. അപ്പം അങ്ങോട്ടൊന്നും പോകാൻ സമയമില്ല. നോക്കട്ടെ, ഉള്ള സമയം കൊണ്ട് പിടിച്ചാ. കണ്ടോ, അവിടെയൊക്കെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ അർത്തങ്കൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 400 ഒരു 500 മീറ്റർ കൂട്ടാം ഈ കടപ്പുറം വരെ. അത്രേ ഉള്ളൂ, അതിൻ്റെ അപ്പുറം ഒന്നും പോകത്തില്ല. അതിനുള്ള ദൂരമേ ഉള്ളൂ. കണ്ടോ, ഈ ഇടയിൽ ഇങ്ങനെ പ്രാവുകളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നത് നല്ല രസകരമായ ഒരു കാഴ്ചയാണ്. കൂടുതൽ ഇങ്ങോട്ട് അടുപ്പിച്ച് പിടിക്കുക തന്നെ. കണ്ടോ, ഓക്കെ, നല്ല വ്യൂ ആണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ അതിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കല്ലിൻ്റെ അങ്ങോട്ട് വരെ പോകണമെന്നുണ്ട്. പക്ഷേ നോക്കട്ടെ, നമുക്ക് അപ്പുറത്തെ ഭാഗം കൂടി വീഡിയോ പിടിക്കേണ്ടതാണ്. നമുക്ക് അങ്ങോട്ടായാലും പോകേണ്ടതില്ല. നമുക്ക് ഇവിടെ വരെ നിർത്തിയിട്ട് ഇവിടെ നിർത്താം. അപ്പുറത്തെ ഭാഗവും ഇതുപോലെ തന്നെയാണ്. നോക്കട്ടെ, അവിടെ ഇതിലും കാണാൻ പറ്റുന്ന എന്തെങ്കിലും സംഗതി ഉണ്ട്, അവിടെ നോക്കാം. ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇതിവിടെ മരക്കൂട്ടങ്ങളാണ്. ഇവിടെ പല രീതിയിലുള്ള മരങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല സീനറിയാണ്. ഈ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതിവിടെ നിർത്താം. ഇതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ചിത്രീകരിക്കേണ്ട, അത് പറ്റുവാണെന്നുണ്ടെങ്കിൽ അവിടെ നോക്കാം.
അല്ലെങ്കിൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. കാരണം അർത്തുങ്കൽ പള്ളിയിലെ ബീച്ച് ഇപ്പോൾ നമ്മൾ കണ്ടു. വെയിലിന് ചൂട് കൊണ്ട് കുറേ ഭാഗം കൊണ്ട് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് വെയിൽ സമ്മതിക്കത്തില്ല, ആജാതി ചൂടാണ്. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഒരു ട്രാവൽ വ്ളോഗിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തതായിട്ട് കാണാം. എന്നാണെന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എന്തായാലും വരും. ഇനി ഇവിടെ ആവില്ല, വേറെ എവിടെയെങ്കിലുമൊക്കെ അധികം അങ്ങനെ ആവും. അപ്പം ഇപ്പോൾ തൽക്കാലം ഇത് വൈൻഡപ്പ് ചെയ്യാണ്. ശരി, എന്നാൽ ഗുഡ് ബൈ.